നമസ്തേ. നമ്മുടെ ഈ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് കണ്ണടച്ച് സുഖമായിട്ടൊന്ന് ഇരിക്കുക കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് നട്ടെല്ല് നിവർത്തി, തലയൊക്കെ നിവർത്തി വളരെ കാമായിരിക്കാം. സാവധാനം കണ്ണുകൾ അടച്ചു വെക്കാം. കൈകൾ ഓപ്പൺ ആയിരിക്കട്ടെ. രണ്ട് ഷോൾഡറുകളും ഫ്രീ ആയിരിക്കട്ടെ. തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്ന എല്ലാ സിറ്റുവേഷൻസും മാറ്റിയിട്ട് ഈ ഒരു നിമിഷത്തിലേക്ക് നമുക്ക് മനസ്സിനെ കൊണ്ടുവരാം. നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ അറിയാം. ശരീരത്തിൻ്റെ അവസ്ഥ അറിയാം. ശ്വാസത്തിൻ്റെ താളം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചതിന് ശേഷം ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവധാനം പുറത്തുവിടാം. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വളരെ സാവധാനം പുറത്തുവിടാം. ഇനി നമ്മുടെ കൈകൾ, ഒരു കൈ വയറിന് മേലെയും ഒരു കൈ ചെസ്റ്റിന് മേലെയും വിടർത്തി വെക്കാം. സ്വന്തം ശരീരത്തിൽ നമ്മുടെ കൈകൾ ടച്ച് ചെയ്യുന്ന ഒരവസ്ഥ, ആ ഒരു ഫീല്, സുഖം, അത് തിരിച്ചറിയാം. മനസ്സുകൊണ്ട് അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ശരീരം ഉയരുന്നു, വയറിൻ്റെ ഭാഗം വികസിക്കുന്നു. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുമ്പോൾ ശരീരം ചുരുങ്ങുന്നു. സാവധാനത്തിലാവട്ടെ ഓരോ ബ്രീത്തും. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, 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 ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പതുക്കെ കൈകൾ താഴെ വെക്കാം. റിലാക്സ്. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം.
ചുറ്റുപാടിലേക്കും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് കൈകൾ ശരിക്കൊന്ന് ഉരസി ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെക്കാം. വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ ഫേസിലൂടെയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് സന്തോഷത്തോടെ പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഴുന്നേറ്റ് നിന്നോളൂ. എഴുന്നേറ്റ് നിൽക്കുക. ഫസ്റ്റ് ചെറിയൊരു വാമപ്പ് ചെയ്യാം, ലൈറ്റായിട്ട്. ആദ്യം കൈകളൊന്ന് നന്നായിട്ട് ലൂസ് ചെയ്ത് കൊടുത്തേ. കൈകളൊന്ന് കുടഞ്ഞു കൊടുക്കാം ഫ്രീ ആയിട്ട്. അതിൻ്റെ കൂടെ പതുക്കെ പതുക്കെ ഒന്ന് മൂവ് ചെയ്യാം. ശരിക്കും വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഓരോന്നും സിമ്പിളായിട്ട് സാധാരണ നമ്മൾ ഓടുന്നത് പോലെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിർത്താതെ പോട്ടെ. നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് കൂടട്ടെ, ടെമ്പറേച്ചർ കൂടട്ടെ, എനർജി ലെവൽ ഒന്ന് ഹൈ ആവട്ടെ. സൈഡിലേക്ക് അതേപോലെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. അതേപോലെ മുന്നിലേക്ക് ചെയ്തേ കുറച്ച് തവണ. 1 2 3 4 5 6 7 8 9 10. ശരിക്കും കാല് മടക്കിയിട്ട് ബാക്കിലേക്ക് ശരിക്കൊന്ന് കുറച്ച് തവണ ഓടുക. കാല് മടക്കി മടക്കി. അതേപോലെ കുറച്ച് തവണ ജമ്പിങ് ജാക്സ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6. എന്നിട്ട് വീണ്ടും പഴയതുപോലെ സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ വാമപ്പ് നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാം. കൈകൾ ചെസ്റ്റിന് ലെവലിൽ പിടിക്കുക. നമ്മൾ ബ്രീത്ത് നന്നായിട്ട് ഇപ്പോൾ ഒരു കിതപ്പ് വരുന്നുണ്ടെങ്കിൽ ആ കിതപ്പിനെ ബ്ലോക്ക് ചെയ്യേണ്ട. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് തന്നെ 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2. അതേപോലെ സൈഡിലേക്ക് കാലുകൾ ശരിക്കും ഒന്ന് വാമാവട്ടെ. കൈകൾ നീട്ടി പിടിക്കുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ കംഫർട്ടായി ചെയ്തു പോയോ കേട്ടോ. കൈ ജസ്റ്റ് സൈഡിൽ പിടിക്കുക. എന്നിട്ട് ശരിക്കും എക്സൈൽ ചെയ്തുകൊണ്ട് 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9. സ്റ്റോപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക കേട്ടോ. കണ്ണടച്ചിട്ട് അനങ്ങാതെ നിൽക്കാം. നമ്മുടെ ബ്രീത്തൊക്കെ ഒന്ന് നോർമലായി വരട്ടെ. ദീർഘശ്വാസം എടുത്ത് പുറത്ത് വിടാം. പതുക്കെ കണ്ണ് തുറക്കാം. ബ്രീത്ത് നോർമൽ ആവട്ടെ. ഇനി ലൂസനിങ് ചെയ്യാം. ഇപ്പോഴും നിങ്ങൾ കിതച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കിതപ്പുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അടുത്തതിലേക്ക് പോകണ്ട. അതങ്ങനെ നടക്കട്ടെ. പതുക്കെ നെക്ക് സ്ട്രെച്ച് ചെയ്യുക. ലൂസനിങ് ചെയ്യുമ്പോൾ
ശരിക്കും ഓരോ മസിൽസും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളും മൂവ് ചെയ്യുന്നതും അതിൻ്റെ ഒരു വഴക്കമൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യാം കേട്ടോ. ഓരോ ശരീരഭാഗം മൂവ് ചെയ്യുമ്പോൾ അതിന് മനസ്സുകൊണ്ട് അറിയാം. എന്നിട്ട് പ്രോപ്പർ വെയിറ്റ് കൊടുത്തുകൊണ്ട് ഇൻഹേൽ എക്സേൽ കൊടുത്തുകൊണ്ട് ചെയ്യാം. രണ്ട് വശങ്ങളിലേക്ക് ചെയ്യാം. 1 ഇൻഹേൽ, 2 എക്സേൽ, 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഒരു സൈഡിലേക്ക് ഹെഡ് പിടിച്ച് ഒന്ന് ഹോൾഡ് ചെയ്യുക. വല്ലാതെ സ്ട്രെയിൻ ചെയ്യരുത്, കംഫർട്ടായിട്ട്. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക അതേപോലെ. കൈകൾ നീട്ടി നിവർത്തി പിടിക്കുക. ശരിക്കും കൈകളൊന്ന് പിരിച്ചു കൊടുത്തേ. 1 2 3 4 5 6 7 8 9 10. നന്നായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈകൾ ഇങ്ങനെ മടക്കി നിവർത്തുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ജസ്റ്റ് ഒന്ന് കൈ ലൂസ് ചെയ്തേ. ഷോൾഡർ കൈകളൊക്കെ ഒന്ന് ലൂസ് ചെയ്യുക. ഇനി കൈ ഇങ്ങനെ പിടിച്ചിട്ട് 1 നിവർത്തുന്നു, 2 3 4 5 6 7 8 9. ലാസ്റ്റ് 1 10. ഓക്കെ, റിലാക്സ്. കൈ താഴ്ത്തിയിടാം, ഫ്രീ ചെയ്തോ കേട്ടോ. അതേപോലെ രണ്ട് സൈഡിലേക്ക് നമ്മുടെ ഈ ഡെൽറ്റോഡിൻ്റെ ഭാഗം ഒന്ന് ആക്റ്റീവ് ആവുന്ന പോലെ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10. ഷോൾഡർ ഒന്ന് ലൂസ് ചെയ്യുക. കൈകൾ ശരിക്ക് മുന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കൈപ്പത്തി സ്ട്രെച്ച് ചെയ്തേ. 1 2 3 4 5 6 7 8. അതേപോലെ അത് പുറത്തേക്ക് 1. രണ്ട് സൈഡിലേയും തിരിയണം. നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു, അത് അതേപോലെ ഉള്ളിലേക്ക് ഈ ഒരു ആക്ഷൻ കൊടുക്കുക. 1 2 ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട്. നേരെ തിരിച്ചും ചെയ്യുക. അകത്തേക്ക് തിരിക്കുക, അതേപോലെ ഈ ഒരു ആക്ഷനും കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. വിരലുകൾ വിടർത്തി പിടിക്കുന്നു, കൈ ചുരുട്ടുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8. ഓക്കെ, കൈ ലൂസ് ചെയ്തോളൂ. കൈ രണ്ടും ഫ്രീ ആക്കി കൊടുത്തു. റിലാക്സ്. എന്നിട്ട് നമ്മൾ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് തൈസിൻ്റെ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. നേരെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8. അതേപോലെ നമുക്കിനി സൈഡിലേക്ക് കുറച്ച് തവണ ബെൻഡ് ചെയ്യണം. ഒരു ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് സൈഡിലേക്ക് 1 ഡൗൺ 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 നിവർന്ന് വരാം. 2 ഓപ്പോസിറ്റ്, 3 ഓപ്പോസിറ്റ്, 4 5 6
7, 8, 9, 10. ഓക്കെ, നിവർന്ന് വന്നു. റിലാക്സ് ചെയ്യുക. പതുക്കെ അധികം സ്ട്രെച്ച് ചെയ്യാതെ ഹിപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇനി 1, വെറുതെ ഫ്രീ ആയിട്ട് 2, 3, 4, 5. തിരിച്ച് റിവേഴ്സ് ചെയ്യാം. 1, 2, 3, 4, 5. സ്റ്റോപ്പ് ചെയ്തോ. നമ്മൾ ഇതേപോലെ നിന്നിട്ട് ജസ്റ്റ് മുന്നിലേക്ക് കുനിഞ്ഞിട്ട്, ഇപ്പോൾ ഈ ഡിസ്കിന് ബൾജുള്ളവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഫോർവേഡ് ബെൻഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ വളഞ്ഞ് നിൽക്കുന്ന ഒരു പിക്ചർ മാറ്റിയിട്ട് ശരിക്കും ലോവർ ബാക്ക് മുതൽ ഇവിടെ ഹിപ്പ് മുതൽ താഴേക്ക് താഴ്ന്നു വന്നിരുന്നൊരു രീതി, അങ്ങനെ ഒരു പിക്ചർ മനസ്സിൽ കയറ്റുക. എന്നിട്ട് അത് ശീലിക്കുക. അതായത് നമ്മൾ ഒരു വെയിറ്റ് നമ്മൾ ഫ്ലോറിലേക്ക് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2. ഓക്കെ, ഇനി അതേപോലെ കാലിലേക്ക് ഒന്ന് ഇരുന്നിട്ട് പിടിക്കുക. ശരിക്കും നിവർന്ന് നോക്കുക. കാലിനെ നിവർത്തി നോക്കുക. ബാക്ക് സൈഡ് വലിയിട്ട് 1, 2, again 3, 4, 5, 6, 7, 8, 9, 10. സ്റ്റോപ്പ് ചെയ്തോ. കാലുകൾ ഒന്ന് മടക്കി പിടിക്കുക. മടക്കിയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. മാക്സിമം താഴെ വെക്കാതെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. 2, 3, 4, 5, 6, 7, 8. തിരിച്ചത് റിവേഴ്സ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. അടുത്ത കാല് അതേപോലെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. റിവേഴ്സ് ചെയ്യൂ. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ കാല് നിലത്ത് വെക്കാതെ മാക്സിമം സപ്പോർട്ടൊന്നും എടുക്കാതെ അല്ലേ, ഒന്ന് ട്രൈ ചെയ്യുമ്പോഴാണ് ഈ ബാലൻസ് ഒക്കെ പ്രത്യേകിച്ച് ഇമ്പ്രൂവ് ആവുന്നത്. കാലൊന്ന് വീശി നോക്കുക. 1, 2, 3, 4, 5. അതേപോലെ അടുത്ത സൈഡ് ചെയ്ത് നോക്കി. 1, 2, 3, 4, 5. റിലാക്സ്. ജസ്റ്റ് നമ്മൾ ലൂസനിങ് നെക്ക് മുതൽ അല്ലേ, വാമപ്പ് കഴിഞ്ഞു, ലൂസനിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സ് വെച്ച് ശ്രദ്ധയോടെ പ്രോപ്പർ ബ്രീത്ത് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. മനസ്സ് പലപ്പോഴും പല സ്ഥലത്തും പോവും, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ ശീലിക്കുക. അപ്പം നമുക്ക് നമ്മളുടെ ഓരോ ഭാഗങ്ങളിലുള്ളൊരു കൺട്രോള്, ശ്രദ്ധ, അവയർനെസ്, ഇതൊക്കെ നമുക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇനി കാല് കുറച്ച് വിട്ട് വെക്കുക. അതായത് ഒരു അത്യാവശ്യം അകലത്ത് തന്നെ നിൽക്കട്ടെ. ശരിക്കും കൈ നീട്ടി പിടിക്കുക. എന്നിട്ട് പതുക്കെ ഇരിക്കുക. ഒരു ചെയർ ലെവലിരിക്കുക. 1, തൈസിലേക്കാണ് വെയിറ്റ് വരുന്നത്. നിവർന്ന് ഒരു എക്സേൽ. 2, ബ്രീത്ത് എടുക്കുക, ഇരിക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുക. 3, എക്സേൽ. 4, എക്സേൽ. 5, 6, 7, 8, 9, 10, 1, 2, 3, കുറച്ച് നമ്പർ കൂടി, 4, 5, 6, 7, 8, 9, ലാസ്റ്റ് 1, 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. റിലാക്സ്. ജസ്റ്റ് ഒന്ന് മാറ്റിലൂടെ പതുക്കെ മൂവ് ചെയ്യുക.
ഒന്ന് കണ്ണടച്ചിട്ട് അനങ്ങാതെ നിൽക്കാം. ഒന്ന് റിലാക്സ് ചെയ്യാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധ വെക്കാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ദീർഘശ്വാസം എടുത്ത് പതുക്കെ പുറത്ത് വിടാം. ഓക്കെ, നമുക്കിനി കുറച്ച് റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യാം. സൺ സാലുട്ടേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ബ്രീത്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ എവിടെയും ബ്രീത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയും ശ്വാസം പിടിച്ചു വെക്കാതെ ഒരു സ്റ്റാർട്ടിങ് തുടക്കം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ രീതികൾ, ഹോൾഡിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാം. തുടക്കം എന്തായാലും പെർഫെക്ഷൻ നോക്കാണ്ട് ആ സ്റ്റെപ്പുകളിലൂടെ പാസ് ചെയ്ത് അല്ലേ, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, എന്ത് ഫീല് കിട്ടുന്നു, ഏതൊക്കെ ഭാഗങ്ങൾ ആക്റ്റീവ് ആവുന്നു, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുപോലെ സൺ സാലുട്ടേഷൻ, യോഗ സാധന, ഇതൊക്കെ നമ്മൾ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലേ അതിന് വേണ്ടി തയ്യാറെടുത്തൊരു സമയത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രത്തോളം റെസ്പെക്റ്റോട് കൂടി തന്നെ ആയിരിക്കണം നമ്മളതിലേക്ക് കിടക്കുന്നതും അത് കംപ്ലീറ്റ് ചെയ്യുന്നതും. കാരണം തികച്ചും ഒരു വർക്കൗട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും ഒരിക്കലും കാണരുത്. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളെയും വല്ലാതെ ഉയർത്തി ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിന് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുക. അതേ രീതിയിൽ തന്നെ വേണം ഓരോ ദിവസവും റെഗുലറായിട്ട് സാധന കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും ഉയർച്ചയും മാറ്റവും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് വൺ, മാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുക. ഇപ്പോൾ നമ്മൾ സൺ സാലുട്ടേഷനൊക്കെ ചെയ്യുമ്പോൾ മോർണിംഗ് ടൈമൊക്കെ ആണെങ്കിൽ കിഴക്ക് വശമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്, ഓപ്ഷനിലാണ് കഴിയുന്നവർക്ക്. എന്തായാലും കാലുകൾ ചേർത്ത് കൈ തൊഴുത് പിടിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രണമാസൻ. ശരിക്കും കൈ തൊഴുത് പിടിക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു ഭാവം അതായിരിക്കണം, അത്രയും ഒരു ഭക്തി, ആദരവ് അല്ലേ. എന്നിട്ട് എപ്പോഴും ഫോർവേഡും ബാക്ക്വേഡും ബെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നിന്ന നിപ്പിൽ നിന്ന് ആ ലോഡ് കൊടുത്ത് വളയാതെ സ്പൈൻ ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വേണം ബാക്കിലേക്കാണെങ്കിലും മുന്നിലേക്കാണെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെയും ലിമിറ്റ് പോലെ. ഫസ്റ്റ് കൈ തൊഴുത് പിടിച്ചു, ശരിക്കും സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് ഒന്ന് ഓപ്പൺ ആക്കി. അതേപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് ഫോർവേഡ് ബെൻഡ്, കൈ താഴെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാം. ഇനി ഫോർത്ത് വൺ, വലത് കാല് ബാക്കിലേക്ക്, അശ്വസഞ്ചലനാസൻ. കൈയൊക്കെ പതിച്ച് വെക്കുക. ഈ ഹിപ്പ് ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ നമുക്ക് മുൻപോട്ട് നോക്കാൻ പ്രയാസമായിരിക്കും, കഴുത്ത് വേദന എടുക്കും. അപ്പോൾ മാക്സിമം ഹിപ്പ് ഓപ്പൺ ആക്കിയിട്ട് അല്ലേ താഴ്ത്തി കൊടുത്തുകൊണ്ട് മുന്നിലേക്കൊന്ന് നോക്കുക. അതേപോലെ 5, അടുത്ത കാല് കൂടി ചേർത്ത് വെച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ക്രമേണ ഓരോ ദിവസം ചെയ്യുമ്പോൾ അത് താഴ്ത്തി കൊണ്ടുവന്ന് ഒരു കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി 6, മുട്ടുകുത്തിയിട്ട് അഷ്ടാംഗ നമസ്കാരം. ശരീരത്തിൻ്റെ 8 ഭാഗങ്ങൾ നിലത്ത് വെച്ചു. ഇതിൽ വയറ് ഉൾപ്പെടുന്നില്ല, വയറ് വട്ടക്സ് പൊന്തിച്ച് പിടിക്കുക. 7, ഭുജംഗാസൻ. ഈ ഭുജംഗാസൻ ചെയ്യുമ്പോൾ ഒരു കോമൺ മിസ്റ്റേക്കാണ്, ആളുകൾ ഇങ്ങനെ അല്ലേ ഷോൾഡറിൽ തൂങ്ങിക്കിടക്കും. അതൊരു കുറ്റമല്ല, കൈയുടെയൊക്കെ സ്ട്രെങ്ത് കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം അപ്പർ ബോഡിയൊക്കെ ഒന്ന് വളച്ച് ഇങ്ങനെ കൂടി നിൽക്കുന്ന ചെസ്റ്റിനെയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി മുൻപിലേക്ക് നോക്കിയാൽ മതി. തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യാം. ശേഷം 8, മൗണ്ടെയിൻ പോസ്. ബാക്കിലേക്ക് തള്ളി അമർത്തി ഷോൾഡറൊക്കെ ലൂസ് ചെയ്ത് കൊടുക്കുക. 9, വീണ്ടും വലത് കാല് മുന്നോട്ട് കയറ്റി വെക്കുക. ഏത് കാലാണോ ആദ്യം പുറകിലേക്ക് വെച്ചത് അതേ കാല് തന്നെ കയറ്റി വെക്കുക. 10, അടുത്ത കാല് കൂടി കയറ്റി വെക്കാം. 11, നിവർന്ന് വന്നു. 12, കംപ്ലീറ്റ്. തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ അവസാനിപ്പിച്ചു. വീണ്ടും ചെയ്യാം. ഫസ്റ്റ് പ്രണമാസൻ, കൈ തൊഴുത് പിടിക്കുന്നു. സെക്കൻഡ് വൺ ഹസ്ത ഉത്താനാസൻ ആണ്, സ്പൈൻ നിവർത്തി സ്ട്രെച്ച് ചെയ്യുക. അതേപോലെ ഫോർവേഡ്. നെക്സ്റ്റ് ലെഫ്റ്റ് ആണ്. അടുത്തതിൽ റൈറ്റ് കൂടി വെക്കാം. മുട്ടുകുത്തുന്നു, ചെസ്റ്റ് നിലത്ത്. 7, ഭുജംഗാസൻ ചെയ്യാം. 8, മൗണ്ടെയിൻ പോസ്. 9, കാല് കയറ്റി വെക്കാം. 10, അടുത്ത കാല് കൂടി കയറ്റി വെക്കാം.
11 നിവർന്ന് വന്നു. 12 കംപ്ലീറ്റ്. ഇപ്പോൾ ഒരു റൗണ്ടായി റൈറ്റും ലെഫ്റ്റും ചെയ്തപ്പോൾ. വീണ്ടും 2 3 4 റൈറ്റ് ബാക്കിലേക്ക്, 5 ലെഫ്റ്റ് ബാക്കിലേക്ക്, 6 ഡൗൺ ചെയ്തു, 7 8 9 റൈറ്റ് ലെഗ് കയറ്റി വെക്കുക. 10 11 നിവർന്ന് വരാം. 12 കംപ്ലീറ്റ്. വീണ്ടും 2 3 4 ലെഫ്റ്റ്, 5 6. ഏകദേശം ഒരു ഫ്ലോയിൽ ചെയ്ത് പോയാൽ മതി. ബുദ്ധിമുട്ടുള്ളവർ അതിൻ്റെ പെർഫെക്ഷൻ ഇപ്പോൾ നോക്കണ്ട കേട്ടോ. ചെസ്റ്റിന് താടിയും കൈയൊക്കെ ഒരുപോലെ നിർത്തി വെക്കുക. 7 8 9 10 11 12 കംപ്ലീറ്റ്. ഒരു റൗണ്ട് ഒരു റൈറ്റ് ഒരു ലെഫ്റ്റ് കൂടി ചെയ്തു പോവാം കേട്ടോ. വീണ്ടും 2 3 4 5 6 7 8 9 10 11 12. ഒന്നുകൂടി ചെയ്യാം. 2 3 4 5 6 7 8 9 10 11 12 കംപ്ലീറ്റ്. നമ്മൾ ഏകദേശം 3 റൗണ്ടോളം ചെയ്തു. ജസ്റ്റ് ഒന്ന് അനങ്ങാതെ നിന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ റൗണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. പക്ഷെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ട, പരിധി കൂടുതൽ. ക്രമേണ ചെയ്ത് അതിൻ്റെ സ്റ്റെപ്പുകളും നമ്പേഴ്സൊക്കെ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. കണ്ണടച്ചിട്ട് ശരീരം അനക്കാതെ നിൽക്കാം, അനങ്ങാതെ. സ്വന്തം ശ്വാസത്തിലേക്ക്, സ്വന്തം എനർജി ലെവലിലേക്ക്, ഹാർട്ട് ബീറ്റിലേക്ക് എല്ലാം ശ്രദ്ധിക്കുക. അതൊക്കെ കണ്ണ് തുറക്കാം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മാറ്റിലേക്ക് ഇരിക്കാം. കഴിയുമെങ്കിൽ ഈ മുട്ടുവേദനയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വജ്രാസനം പ്രാക്ടീസ് ചെയ്യുക, കാല് മടക്കിയിട്ട്. അതിലേ ഇരിക്കുമ്പോൾ നമ്മുടെ തൈസിൻ്റെ ഭാഗം ഹീലിലേക്ക് ചേരുന്നില്ലെങ്കിൽ, അല്ലേ, തൈസിന് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ചേരില്ല. അപ്പോൾ ഇവിടെ ഒരു തുണിയൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കട്ടെ തുടക്കം പ്രാക്ടീസ് ചെയ്യുന്നത്, സപ്പോർട്ട് ഉപയോഗിച്ചിട്ട്. റിലാക്സ് ചെയ്യാം, കണ്ണടച്ചിരുന്നുകൊണ്ട് റെസ്റ്റ് ചെയ്യാം. ഇനി പതുക്കെ ഒന്ന് കൈ കുത്തി നിൽക്കുക, മുട്ട് കുത്തിയിട്ട് ഒരേ ലെങ്ത്തിൽ കൈ കുത്തി നിൽക്കുക. എന്നിട്ട് നമ്മുടെ സ്പൈൻ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതിന്
നമ്മുടെ ഷോൾഡർ ഇങ്ങനെ താഴ്ത്തി ഒരു കുഴിയിലേക്ക് ഇട്ട് വെക്കരുത്. ഒന്ന് പൊന്തിച്ച് പിടിക്കുക. അല്ല, ഈ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇൻഹേൽ എടുത്തുകൊണ്ട് മുകളിലേക്ക് നട്ടെല്ല് താഴേക്ക് താഴ്ത്തി കൊടുക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് നേരെ ഉള്ളിലേക്ക് മടക്കുക. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കാലുകൾ ചേർത്ത് വെക്കുക, നേരെ കാലിലേക്ക് ഇരിക്കുക. അപ്പോൾ നമുക്കിനി ചൈൽഡ് പോസ് അല്ലെങ്കിൽ ശിശുവാസൻ, കൈ മുന്നോട്ട് നീട്ടി വെച്ചിട്ടുള്ള രീതി ചെയ്യാം. അതായത് നമ്മളിങ്ങനെ ഇവിടുന്ന് മുന്നിലേക്ക് ഇങ്ങനെ കിടക്കും. ആക്ച്വലി ആ ഒരു പോസിൽ നമുക്ക് കിട്ടേണ്ടത് ഒരു റെസ്റ്റാണ്, മനസ്സിനൊരു സുഖമാണ്, അല്ലേ? അത്രയും ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ, അത്യാവശ്യം ബെല്ലിയൊക്കെ ഉള്ള ഒരാൾ മുന്നിലേക്ക് കിടക്കുമ്പോൾ ഉറപ്പായിട്ടും തല ഇവിടെ എത്തില്ല. അതുമാത്രമല്ല, ഭയങ്കരമായിട്ട് പ്രഷർ ഫീൽ ചെയ്യും നമ്മുടെ ഹെഡിലേക്കും ഫേസിലേക്കൊക്കെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു യോഗ ബ്ലോക്ക്, ഒന്നുകിൽ ഒരു യോഗ ബ്ലോക്ക് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഒരു 1-2 പില്ലോ എടുത്തിട്ട് ഇവിടെ ഒരു കനത്തിൽ വെച്ചിട്ട്, അതായത് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ എത്ര ഗ്യാപ്പാണോ ഇവിടെ ഉള്ളത്, ഇവിടം വരെ എത്തുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഒരിക്കലും അതല്ല വലം പിടിച്ച് തല ഇവിടെ മുട്ടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോയിട്ട് തല കുത്തി നിൽക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ അത് ഫില്ല് ചെയ്തിട്ട് പതുക്കെ സുഖമായിട്ട് നെറ്റി നിലത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം. അതിൽ നമ്മുടെ മസിൽസൊക്കെ ലൂസാക്കിയിടുക, ഷോൾഡേഴ്സ്, കൈകൾ, കണ്ണടച്ച് വെച്ചിട്ട് സാധാരണ ശ്വാസത്തിൽ ബ്രീത്ത് ചെയ്യുക. നമ്മുടെ ശ്രദ്ധ നെറ്റിയുടെ നടുവിലുള്ളൊരു പോയിന്റ് ആവട്ടെ. ഒരു ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നിവർന്ന് വരാം. റിലാക്സ്. എന്നിട്ട് വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. പതുക്കെ റിലീസ് ചെയ്യുക. റിലാക്സ്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മാറ്റിലേക്ക് മലർന്ന് കിടക്കാം. പതുക്കെ കാലുകൾ ഇങ്ങനെ മടങ്ങി തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഹിപ്പ്, നമുക്ക് സേതുബന്ധാസനത്തിൻ്റെ ഒരു സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റിലേ ചെയ്യുമ്പോൾ ആരും ഒരു അഡ്വാൻസ് ലെവലിലേക്കോ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് പോയാൽ മതി. എപ്പോഴും നമ്മളവിടെ ഫസ്റ്റ് പ്രയോറിറ്റി ശരീരം വളച്ചൊടിക്കുന്നതിന് കൊടുക്കാതെ നിങ്ങൾക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീല്, അല്ലേ, ഹോൾഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു സ്റ്റേജ്, ഇതൊക്കെ നിരീക്ഷിക്കുക, അതിന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക, എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ. അപ്പോൾ ഹിപ്പ് ഉയർത്തിയിട്ട് മാക്സിമം ഒന്ന് മുകളിലേക്ക് തള്ളി കൊടുക്കുക. ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക.
ബ്രീത്ത് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പതുക്കെ റിലീസ് ചെയ്യാം. റിലാക്സ്. ഒരു തവണ കൂടി ട്രൈ ചെയ്യാം. ബ്രീത്ത് ഇൻ, ഉയരട്ടെ, അപ്പ്, ഹോൾഡ് ചെയ്യാം. ഡൗൺ, പതുക്കെ നിലത്ത് വെക്കാം. അങ്ങനെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാം, കാല് നീട്ടാതെ. രണ്ട് കാലുകളും മടക്കിയിട്ട് വയറിലേക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ഇപ്പം നമ്മുടെ സ്പൈൻ ഏകദേശം നിലത്ത് പതിഞ്ഞ് നിൽക്കുന്നുണ്ടാവും അല്ലേ? അതങ്ങനെ പിടിച്ചിട്ട് ഹോൾഡ് ചെയ്യാം. പതുക്കെ കാലുകൾ നിലത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ കാല് വെച്ചുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം. കൈകളൊക്കെ ഓപ്പൺ ആക്കി വെച്ച് ഇനി സാവധാനം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് പതുക്കെ എഴുന്നേറ്റിരിക്കാം. റിലാക്സ്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു രീതിയിലിരിക്കുക കേട്ടോ. അതായത് യോഗ ബ്ലോക്കൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പില്ലോ വെച്ചിട്ട് അതിന് മേലേക്ക് ഇരുന്ന് ശീലിക്കുക. നമുക്ക് കുറച്ചുകൂടി ഒരു സുഖത്തിലിരിക്കാൻ പറ്റും. ബുദ്ധിമുട്ടിയിരിക്കണ്ട. നമ്മൾ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യം ഒന്നോ രണ്ടോ തവണ ഒരു ദീർഘശ്വാസം എടുത്ത് പതുക്കെ പുറത്ത് വിടാം. ഇനി നമുക്ക് ആദ്യം കുറച്ച് തവണ ഭസ്ത്രിക ചെയ്യാം. ഒരു റൗണ്ട്. ഇപ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം പറയാം. മോർണിംഗിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭസ്ത്രിക ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിലും ഭസ്ത്രിക എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ഉള്ള ബ്രീത്തിങ് ആണ്. ഇതിൽ എന്തെങ്കിലും കാരണവശാൽ തലകറക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ വെർട്ടിഗോ ഇഷ്യൂ ഉള്ള ആളുകൾ, ഹൈ BP ഉള്ള ആളുകൾ, ശക്തമായ തലവേദന നിലവിലുള്ള ആളുകൾ, അതുപോലെ നിങ്ങൾക്ക് ലങ്സിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരൊന്നും ഇത് ചെയ്യാതിരിക്കുക. അതേപോലെ ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ അല്ലേ, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഈ ഭസ്ത്രിക ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവുക ചെയ്യുക, എനർജി ഹൈ ആവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രിയിൽ വൈകുന്നേരങ്ങളിൽ സാധന ചെയ്യുമ്പോൾ ഭസ്ത്രികയുടെ കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് നാഡിശുദ്ധി പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം, ലെഫ്റ്റ് സൈഡ് നോസ് ബ്രീത്തിങ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് വൺ, നിവർന്നിരിക്കുന്നു, കൈകൾ രണ്ടും വശങ്ങളിൽ പിടിക്കാം. അപ്പോൾ ഈ ചെസ്റ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ മുതുകിൻ്റെ ഭാഗം ഒടിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇതൊക്കെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മാറി മാറി വരും. ക്രമേണ ചെസ്റ്റൊക്കെ ഒന്ന് ഓപ്പണായി വിടർന്ന് നിൽക്കുന്നു. കൈകൾ രണ്ട് സൈഡിലും ലൂസാണ്. കൈകൾ ഇങ്ങനെയും വരരുത്. ഇപ്പോൾ എത്ര പറഞ്ഞാലും ചില ആളുകൾ ചെയ്യുമ്പോൾ അവരറിയാതെ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഇന്നും ഇത് ഔട്ടുമാണ്. ഇൻ ഔട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൈകൾ പകുതി വന്ന് സ്റ്റക്ക്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി ഇവിടെ, അവർക്കറിയാം കൈ ഇവിടെ എത്തണം എന്നറിയാം. പക്ഷെ നമ്മൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു എനർജിയുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവം നമ്മളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ വരും, ഇവിടെ നിർത്തും. ചില ആളുകൾ ഇങ്ങനെ പൊന്തിക്കും, ഇങ്ങനെ ഇടിക്കും വന്നിട്ട്. അതൊന്നും വേണ്ട.
നിങ്ങൾ കൈകൾ ലൂസായി പിടിക്കുന്നു. ഇപ്പോൾ ഇൻ എന്ന് പറയുമ്പോൾ ഇൻ ഒറ്റയടിക്ക് ഇൻഹേൽ ചെയ്യുക മൂക്കിലൂടെ. ഔട്ട് എന്ന് പറയുമ്പോൾ ഒറ്റയായിട്ട് അടിക്ക് ഔട്ട് ചെയ്യുക. എല്ലാം നോസിലൂടെ തന്നെയാണ്. ഇൻ ഔട്ട് ആ രീതിയാണ്. അപ്പോൾ അതിന് കൈ അതിൻ്റെ കൂടെ ഒരു ഉപാധിയാണ്. കൈ ഇങ്ങനെ മൂവ് ചെയ്യട്ടെ. ബ്രീത്തിനാണ് ഫോഴ്സ് സ്പീഡ് കൊടുക്കുന്നത്. കൈക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല. കൈയിനെ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് അത് ക്ലിയർ ആയിക്കൊണ്ടുവരിക. അതുപോലെ ഫേസിനെ ചുരുക്കുന്ന രീതികളുണ്ട്. ഫോഴ്സിൽ ഇൻ ഔട്ട് ചെയ്യുമ്പോഴേ നെറ്റി കണ്ണൊക്കെ ചുരുക്കി കളയും. അങ്ങനെയും ചെയ്യേണ്ട. ഇതൊന്നുമില്ലാതെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കംഫർട്ടായിരുന്നിട്ട് പ്ലസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഏത് രീതിയിൽ ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ചെയ്യാൻ പറ്റും അത് മതി. ചെയ്ത് നോക്കാം. കൈകൾ വശങ്ങളിൽ പിടിക്കുക. ഇനി സ്റ്റാർട്ട് ചെയ്യാണ്. ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ 5, ഇൻ 6, in 7, in 8, in 9, in 10, in 1, in 2, in 3, in 4, in 5, in 6, in 7, in 8, in 9, in റിലാക്സ്. കൈകൾ താഴെ വെക്കുക. കണ്ണ് തുറക്കണ്ട. കണ്ണടഞ്ഞു തന്നെ ഇരിക്കട്ടെ. എന്നിട്ടൊരു ദീർഘശ്വാസം എടുത്ത് സാവധാനം പുറത്തു വിടാം. സന്തോഷത്തോടെ ഇരിക്കുക മനഃപൂർവ്വം. ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഭാവമാണ് നമ്മളിലേക്കുള്ള അനുഗ്രഹങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സമയത്ത് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. സെക്കൻഡ് റൗണ്ട് അതേപോലെ കൈകൾ വീണ്ടും വശങ്ങളിൽ പിടിക്കുക. നട്ടെല്ല് നിവർത്തി തല ഉയർത്തി സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ 4, ഇൻ 5, ഇൻ 6, ഇൻ 7, ഇൻ 8, ഇൻ 9, ഇൻ 10, ഇൻ 1, ഇൻ 2, ഇൻ 3, ഇൻ 4, ഇൻ 5, ഇൻ 6, in 7, in 8, in 9, in റിലാക്സ്. കൈകൾ താഴെ വെച്ച് ഒരു ദീർഘശ്വാസം എടുക്കുക. സാവധാനം പുറത്തു വിടാം. വീണ്ടും ബ്രീത്ത് എടുക്കൂ നന്നായിട്ട്. പതുക്കെ എക്സേൽ. കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഭ്രാമരി ചെയ്യാം. അറിയാത്തവർ മാത്രം ഒന്ന് പതുക്കെ കണ്ണ് തുറന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും പതുക്കെ ക്ലോസ് ചെയ്യുക കേട്ടോ. നമ്മൾ സെയിം ആണ്. കംഫർട്ടായിട്ട് നട്ടെല്ല് നിവർത്തി തല ഉയർത്തി ഭംഗിയായിട്ടിരിക്കുക. കൈകൾ പല രീതിയിലും ഭ്രാമരി ചെയ്യാറുണ്ട്. നമുക്കൊന്ന് ഈ രീതിയിൽ ചെയ്യാം. കൈകൾ വിടർത്തി വെക്കുക. നമ്മുടെ ചൂണ്ടുവിരൽ നെറ്റിയിൽ, അടുത്ത വിരൽ കൺപോളയിൽ, അടുത്ത വിരൽ നോസിന് സൈഡിൽ, ചെറിയ വിരൽ താടിയിൽ, തമ്പ് ചെവിയുടെ നടുവിലായിട്ട് വെക്കുക. ഈ വിരലുകൾക്ക് പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ടച്ച് ചെയ്ത് വെക്കുന്നു. ഷൺമുഖി മുദ്ര. ഇതിൽ നമ്മളൊരു ഹമ്മിങ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരു ശ്വാസം എടുത്തിട്ട് വണ്ട് മൂളുന്നത് പോലെ എന്നാണ്. അപ്പോൾ ആ കൊടുക്കുന്ന മൂളലിന് കുറച്ച് ലെങ്ത് ഇരിക്കട്ടെ, ഒരു ആഴം ഇരിക്കട്ടെ. അപ്പോൾ വെറുതെ നമ്മളിപ്പോൾ ഇരുന്നിട്ടൊന്ന് മൂളി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ അത് പതുക്കെ സോഫ്റ്റായിട്ട് ചെയ്താൽ കിട്ടില്ല. കുറച്ചൊരു ശബ്ദത്തോടെ, ഒരു ഗാംഭീര്യത്തോടെ, കുറച്ച് ആഴത്തിൽ ചെയ്യുമ്പോൾ, ലെങ്ത്തിൽ ചെയ്യുമ്പോഴാണ് അത് ഫീൽ ചെയ്യുക. ഇവിടെ നമ്മുടെ വിശുദ്ധി ചക്ര അല്ലെങ്കിൽ ആജ്ഞ ചക്രയൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുന്നുണ്ട്. അതായത് നമ്മുടെ നെറ്റിയുടെ ഭാഗം, നെക്കിൻ്റെ ഭാഗം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ എനർജിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് തുടക്കം ഒരു 6 തവണയൊക്കെ ചെയ്യാം. പിന്നീട് ഓരോ ദിവസവും തവണകൾ കൂട്ടാം. കൈകൾ അങ്ങനെ വെച്ചോളൂ. ആദ്യം ചെസ്റ്റ് ഓപ്പൺ ആക്കുക. 2 എൽബോയും 2 വശത്തേക്ക് നിൽക്കട്ടെ. ഒരു ശ്വാസം എടുത്ത് വിടാം. വീണ്ടും ഒരു ശ്വാസം എടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം.
കണ്ടിന്യൂ. ഒരു 2-3 തവണ കൂടി സ്വന്തമായിട്ട് തുടരൂ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ കൈകൾ താഴെ വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കാം. റിലാക്സ്, സുഖമായിട്ടിരിക്കാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്ത് വിടാം. കണ്ണ് തുറക്കാതെ പതുക്കെ നമ്മുടെ മാറ്റിലേക്കൊന്ന് മലർന്ന് കിടക്കാം. പതുക്കെ കണ്ണ് തുറക്കാതെ കൈകൾ രണ്ടും ഓപ്പൺ ആക്കി വെക്കാം. കാലുകൾ കുറച്ച് വിട്ട് വെക്കാം. റിലാക്സ്. ശരീരം മുഴുവനായും വിശ്രമിക്കട്ടെ. ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും തറയിലേക്ക് വിട്ടുകൊടുക്കാം. എല്ലാ അനാവശ്യ ചിന്തകളും, ക്ഷീണം, ശരീരഭാരം എല്ലാം സറണ്ടർ ചെയ്യുന്നു. പൂർണ്ണമായും ഈ ദൈവികതയിലേക്ക്, പ്രകൃതിയിലേക്ക് വിട്ടുകൊടുക്കുന്നു. ഏറ്റവും പോസിറ്റീവായിട്ടുള്ളതും സർവ്വ ഐശ്വര്യങ്ങളും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
ശരീരം പൂർണ്ണമായും വിശ്രമിക്കട്ടെ. കാലുകൾ, അരക്കെട്ട്, നെഞ്ച്, കൈകൾ, നെറ്റി, കണ്ണുകൾ. ഒരു ദീർഘശ്വാസം എടുത്ത് പതുക്കെ പുറത്തു വിടാം. സാവധാനം വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുക. കൈയുടെ സപ്പോർട്ടോടുകൂടി പതുക്കെ, വളരെ പതുക്കെ എഴുന്നേറ്റ് നിവർന്നിരിക്കുക, കണ്ണ് തുറക്കാതെ. ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധ, കേൾക്കുന്ന ശബ്ദങ്ങൾ, ശരീരത്തിൻ്റെ അവസ്ഥ. നമ്മുടെ ഇന്നത്തെ മനോഹരമായ ഈ ദിവസം, നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷം, എല്ലാത്തിനും മനസ്സുകൊണ്ടൊരു നന്ദി പറയാം. എന്നിട്ട് കൈകൾ രണ്ടും ചൂടാക്കിയിട്ട് സന്തോഷത്തോടെ കണ്ണിലേക്ക് വെക്കാം. ഫേസിലൂടെയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പതുക്കെ പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ, താങ്ക് യു. നമ്മൾ ലാസ്റ്റ് പാർട്ട് കിടന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം മൂവ് ചെയ്യാതെ, ശരീരം ഒന്നും അനക്കാതെ വെച്ച് വളരെ കംഫർട്ടായിട്ട് അങ്ങനെ വിട്ട് കൊടുക്കുക. മുഴുവനും എല്ലാം വിട്ട് കൊടുത്ത് വളരെ ഫ്രീ ആയിട്ട് കിടക്കുക, അല്ലേ? ഒരു തുണി നിലത്തിട്ട് എങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കിടക്കുക, എല്ലാം സറണ്ടർ ചെയ്യുക. അങ്ങനെ ഒരു ഭാവം വരുമ്പോൾ നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ അല്ലേ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നമ്മളിലേക്ക് പതുക്കെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തെങ്കിലും ഒന്ന് പിടിച്ചു വെക്കരുത്. ഇവൻ ഏതെങ്കിലും ഒരു ചിന്ത കൊണ്ടോ, അല്ലേ എന്തെങ്കിലും ഓർത്തെടുത്തുകൊണ്ടോ, എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടോ ഒന്നുമില്ല. എല്ലാം വിട്ടുകൊടുത്ത് സുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആസ്വദിക്കുക. ഓക്കെ, താങ്ക് യു.